Hello buddies, welcome back my YouTube channel Daily Dose of Ramu, and it's me Ramu bro. വയസ്സായി എന്റെ ബഡീസ് നമ്മൾ പോണ സ്ഥലം എന്താണെന്നൊരു പിടുത്തൊന്നുമില്ല. പിള്ളപ്പറാന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് കയറി പോകുന്നതാണ്. അവിടെ എന്തുട്ടാണെന്ന് അറിയുന്നില്ല. ഇതൊരു കുത്തനാണ്, ഒരു കയറ്റമാണ്. കയറി വരുമ്പോൾ എന്തെങ്കിലും പട്ടി അണക്കിന് ഒരു അണക്കുണ്ട് ബഡീസ്. എന്റെ കായ്സ് കണ്ട ഒടുക്കത്തെ കയറ്റം കൂടാ. ഈ കയറ്റം കയറിയിട്ട് വേണം മുകളിലേക്ക് പോകാനായിട്ട് കേട്ടാ. അപ്പൊ കയറ്റം കയറാനൊക്കെ ഇഷ്ടമില്ലാത്തതുകൊണ്ടെനിക്ക് പണിക്ക് ഇറങ്ങണ്ടാ. മറ്റുള്ള കയറ്റം കുറെ നാളായിട്ട് മേലെ കണ്ടിരുന്നിട്ടേ മറ്റുള്ള കയറ്റം എന്ന് പറയാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ മനുഷ്യമില്ല. ഞങ്ങൾ രണ്ടൊരു മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പൊ ഇത് ഫുൾ സൈലന്റ് ആയിട്ടുള്ള ഏരിയ. നോക്കുമ്പോൾ നോക്കിയാൽ ഭയങ്കര മലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണിച്ചു കൊടുത്തത് ഇവിടെ ഇതിന്റെ മുകളിൽ കാറൊക്കെ കയറി വരും. വലിയ വലിയ വണ്ടികളൊക്കെ കയറിപ്പോണ്ട്. കാറും പിന്നെ വലിയ കാറുകളൊക്കെ കയറിപ്പോണ്ട്. ഞങ്ങളുടെ കാറ് നിലത്തിട്ടിട്ട് എന്തിട്ടാന്ന് അറിയില്ല. കയറ്റം കയറിക്കൊണ്ടിരിക്കും, നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇനി പോട്ടെ, മുകളിലേക്ക് പോയി നോക്കട്ടെ അവിടെ എന്താണ് അവസ്ഥ എന്നറിയാല. നമുക്ക് കൊള്ളാം. ഓ കറക്റ്റ് കൊണ്ടില്ലാവാ. ഗ്രൗണ്ടാ, ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടാ. വായ വായ. ഇവിടൊക്കെ ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ആരെ കാണാനുമില്ല. ഇതൊന്നും വർക്കിങ്ങും അല്ല കേട്ടാ. അങ്ങോട്ടുള്ള വ്യൂ നോക്കിയാൽ പുഴ പോണത് അത് രക്ഷയില്ല. കാണിച്ചു കൊടുത്തത് നല്ലൊരു വ്യൂ ആണ്. പക്ഷെ ഞങ്ങളുടെ ഫോണിൽ ഇത് അങ്ങോട്ട് സെറ്റാവണ ബഡീസ്. മച്ചമാരെ, ഇതൊരു അഡ്വഞ്ചറാണ്. മറ്റേ സൈക്കിളൊക്കെ കയറുമ്പോൾ കെട്ടി പോണ സെറ്റപ്പില്ല, ആ സെറ്റപ്പാണത്. അപ്പൊ മച്ചാമാരെ ഒരു കാര്യം വരട്ടെ. ഇവിടെ വരുമ്പോ കിട്ടില്ല വ്യൂസ് വെക്കണം. പക്ഷെ ഇവിടെ ഒരു മണ്ണാങ്കട്ട് ഇല്ല. ഇവിടെ ആരുമില്ല, ഒരു മനുഷ്യനും ഇല്ല, ഒന്നുമില്ല. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, റൈഡ് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും വർക്കിംഗ് അല്ല. ഇത് നോക്കാനൊന്നും ആരുമില്ല. ജസ്റ്റ് ഇവിടെ കണ്ടു നോക്കിയ വ്യൂ ഒക്കെ കലക്ക സാധനമാണ്. ഇത് കണ്ടങ്ങോട്ട് പോവാ, അത് തന്നെ കാര്യം, വേറെ ഒന്നുമില്ല. സ്വിമ്മിംഗ് പൂൾ. അപ്പൊ മച്ചമാരെ ഇവിടെ വന്നിട്ട് ആകേനെ ഒരു അടിപൊളി ഫാൻ എന്ന് പറയുന്നത് ഈ ചെറിയ പൂളാണ്. ഇവിടെ നല്ല രസമുണ്ട്. അപ്പൊ ഈ കണ്ട ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നത് ഇതിന് ചാടാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ ചാടാൻ പോണ്. അപ്പൊ മച്ചമാരെ, ഇത്രയും കഷ്ടപ്പെട്ടേ ഒരു ട്രക്കിംഗ് ഒക്കെ പോലെ കയറി വന്നിട്ട് ഇവിടെ ഒന്നും വന്നിട്ട് ഒരു കാര്യമൊന്നുമില്ല. നല്ല വ്യൂ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മഴയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായനെ. പിന്നെ ഈ സ്വിമ്മിംഗ് പൂള് കൊള്ളാം. എനിക്ക് നീന്താൻ അറിയാത്ത ഞാൻ വെള്ളത്തിൽ കളിയില്ല. അപ്പം ഞങ്ങളിവിടെ പോവാണ്. പിന്നെ വേറെ കാര്യം പറയട്ടെ, ആക്ച്വലി ശരിക്കും ഞങ്ങൾ വന്ന സ്ഥലം ഇതല്ല. ഞങ്ങൾ നോക്കി വന്ന സ്ഥലം വേറൊരു സ്ഥലമാണ്. ഇനി ഇറങ്ങിയിട്ട് വേണം അത് അവിടെ ഉണ്ടോന്നുള്ളത് നോക്കാൻ പോകാൻ. അവിടെ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ എന്നൊക്കെ പറഞ്ഞത്. പോയി നോക്കട്ടെ എന്തായാലും. അപ്പോൾ ഇവിടെ ഇങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് ജസ്റ്റ് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യരില്ല കേട്ടോ. പിന്നെ അതിരപ്പള്ളി പിള്ളപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം പിള്ളപ്പാറയിലേക്ക് ഇങ്ങോട്ട് വരുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളപ്പാറ ചെക്ക് പോസ്റ്റ് ഉണ്ട് എക്സൈസിൻ്റെ. അത് കഴിഞ്ഞിട്ടൊരു ദേവീര അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു വഴി പോകുന്നുണ്ട്. അതിങ്ങോട്ട് ജസ്റ്റ് ഒന്നിൽ കയറി വന്നു കഴിഞ്ഞാൽ അത് ഈ വഴിയാണ്. അതൊന്ന് ജസ്റ്റ് കയറി ഒരു 100-150 മീറ്റർ വന്നു കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ ഉണ്ട്.
അതാണ്. അപ്പോൾ ഈ വഴിയാണ് ഞങ്ങൾ പോയത്. അത് പോയിട്ട് കാര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ പോകേണ്ട ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വഴി എന്ന് പറയുന്നത് ഇതാണ്. പിടി അത് 2 വഴിയുണ്ട്, ഇതിൽ കൂടിയാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഗൈസ് ഈ വഴി നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ, എന്താണ് അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഈ വഴി നമ്മൾ ഇങ്ങോട്ട് പോന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടികളൊന്നും പോണ കാണാനില്ല. ഇവിടെയും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തെ എന്ത് വീഡിയോ ആണെന്നുള്ള അല്ലല്ല, ഇവിടെ തിരക്കുണ്ട് കേട്ടോ മച്ചന്മാരെ. ഇതൊരു പൊളി സ്ഥലമാണ്. എൻ്റെ മോനെ, ഇതൊരു കലക്കൻ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ മച്ചാമാരെ ലാസ്റ്റ് നമ്മളെ കലക്കൻ സ്ഥലം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മച്ചന്മാരെ നമ്മളുടെ വീഡിയോ നമ്മളിൽ നിന്ന് വന്നത് ഒട്ടും നഷ്ടമായിട്ടില്ല കേട്ടോ. ഇന്ന് ഈ വന്ന സ്ഥലം ഈ ബാക്കിൽ കാണുന്നതാണ് ഇപ്പോൾ കാണിച്ചിരുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂ ഉള്ളത്. ഇത് നമ്മൾക്ക് അവിടെ വെച്ച് വീഡിയോ ചെയ്യാനായിട്ട് നമ്മുടെ വോയിസൊക്കെ കേൾക്കില്ല, വെള്ളം വീഴുന്ന ശബ്ദം കാരണം. അപ്പോൾ ഇതൊരു കലക്കൻ സ്ഥലം തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് വന്നാണ്, ഇപ്പോഴാണല്ലോ ഇതൊന്നൊരു വൈറലായി തുടങ്ങിയ സ്ഥലമായത്. അപ്പോൾ എല്ലാവരും അതിരപ്പള്ളി വരുമ്പോൾ ഇത്തിരി സമയം കൈ പിടിച്ചിട്ട് മസ്റ്റായിട്ട് വന്ന് ആ വെള്ളം വീഴേണ്ട അടിയിലൊന്ന് വന്ന് നിൽക്കണം. അപ്പോൾ ഞാനിനി വരും. ഞാനിനി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നല്ലേ, ഇനി വരും. ഇനി വന്ന് അവിടെ ഇറങ്ങാനുള്ള കറക്റ്റ് കണക്കാക്കി തന്നെ വരുന്നുണ്ട്. അത്രയ്ക്ക് പൊള്ളി വൈബാണ്. എല്ലാവരും അതിരപ്പള്ളി വരുമ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഒന്ന് കയറിയിട്ടെങ്കിലും പോകണം കേട്ടോ. മഴക്കാലത്ത് വന്നിട്ട് കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ അവിടെ വെള്ളം ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഇതിൻ്റെ ശരിക്കുള്ള സ്ഥലം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാം കേട്ടോ, എങ്ങനെയാണ് വരേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.